ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കുറ്റുറവ നായനാർ എന്നാണ്. കുറ്റുറവ എന്ന പേര് വരാൻ കാരണം ശത്രുക്കൾക്ക് കാലൻ എന്നാണ് കുറ്റുറവ എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ശത്രുക്കൾക്ക് കാലനായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറ്റുറവർ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹം ഒരു മഹാശിവഭക്തനായിരുന്നു. തിരുക്കളന്തൈ എന്ന നഗരിയുടെ അധിപനായിരുന്നു ശൂദ്രജാതിയിൽപ്പെട്ട ഈ നാട്ടുരാജാവ്. കുറ്റുറവ അടുത്ത പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവയെല്ലാം സ്വന്തം നാടിനോട് ചേർത്തു. അങ്ങനെ വിപുലമായ ഒരു പ്രദേശം മുഴുവനും കുറ്റുറവ സ്വന്തമാക്കി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സുന്ദരമൂർത്തി നായനാർ തിരുത്തൊണ്ടെത്തുക എന്ന കൃതിയിൽ വേലേന്തിയ കുളൈന്തൈ രാജ കുറ്റുറനുക്കും ദാസൻ ഞാൻ എന്ന് പാടിയത്. വേലേന്തിയ കളന്തൈ രാജാവായ കുറ്റുറനുക്കും ദാസനാണ് ഞാൻ. അപ്പോൾ വേലേന്തിയ ദാസൻ, മുരുകനെ ഇദ്ദേഹം ഗാഢമായി ഭജിച്ചിരുന്നു. ആ ശിവകുടുംബത്തെ മുഴുവനും അദ്ദേഹം തൻ്റെ കുടുംബമായി കരുതി, ദൈവമായി കരുതി അവരെ നിരന്തരം ആരാധിച്ചിരുന്നു. അതിലെ വേലേന്തിയ മുരുകൻ്റെ ഒരു ഭാവമാണ് എപ്പോഴും കുറ്റുറവ ജീവിതത്തിൽ കാണിച്ചത്. അപ്പോൾ മുരുകഭക്തനായ, ശിവഭക്തനായ, ഗണപതി ഭക്തനായ, പാർവതി ഭക്തനായ കുറ്റുറവയ്ക്ക് ശിവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിലെല്ലാം വിജയിക്കുകയും അയൽ പ്രദേശങ്ങളെല്ലാം തന്നെ ഈ നാട്ടുരാജ്യത്തോട്, തിരുക്കളന്തൈ എന്ന നാട്ടുരാജ്യത്തോട് ചേർത്ത് വിപുലമായൊരു രാജ്യം പടുത്തുയർത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് പക്ഷെ കിരീടധാരണം ഉണ്ടായിരുന്നില്ല. കിരീടധാരണം നടത്തേണ്ടത് അന്നത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ തില്ലയിലെ ചിദംബരത്തെ ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠർ അരിയിട്ട് വാഴ്ച നടത്തിയാൽ മാത്രമേ രാജാവായി ശോഭിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു തനിക്ക് കിരീടധാരണം ചെയ്യണമെന്ന്. അങ്ങനെ ചിദംബരത്തെ പരിശുദ്ധരായ ബ്രാഹ്മണരെ വരുത്തി തനിക്ക് കിരീടധാരണം ചെയ്തു തരണമെന്ന് അദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവർ കേട്ടില്ല. ദീക്ഷിതന്മാർ പറഞ്ഞു, ഞങ്ങൾ പുരാതനമായ ചോഴവംശത്തിൻ്റെ പുരോഹിതന്മാരാണ്. ചോഴവംശത്തിലെ മൂത്തയാൾക്കല്ലാതെ മറ്റാർക്കും ഞങ്ങൾ കിരീടധാരണം ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഇത് അദ്ദേഹത്തിന് വളരെയേറെ വേദന ഉണ്ടാക്കി. കുറ്റുറവർക്ക് ഇത് വളരെയേറെ വേദന ഉണ്ടാക്കി. അദ്ദേഹം അവരെ നിർബന്ധിച്ചിട്ടും അവർ കേൾക്കാൻ തയ്യാറായില്ല. പക്ഷേ ചിദംബരത്തെ ഒരു കുടുംബം രാജാവിൻ്റെ ഈ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ചിദംബര ക്ഷേത്രത്തിൽ ഈ കുറ്റുറവയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലയോ ദേവ, അങ്ങ് തന്നെ എനിക്ക് കിരീടധാരണം ചെയ്യണം, അരിയിട്ട് വാഴ്ച നടത്തി എന്നെ രാജാവാക്കണമെന്ന് ഈ ശിവഭക്തൻ അവിടെ തില്ലൈ വാഴുന്ന ദേവനോട് കരഞ്ഞ് വീണ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദേവൻ കേട്ടു. അന്ന് രാത്രി നടരാജൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് താമരമലരുകൾ പോലെയുള്ള തൃപ്പാദങ്ങൾ രാജാവിൻ്റെ ശിരസിൽ വച്ച് അനുഗ്രഹിച്ചു. ഭഗവാന്റെ വിശിഷ്ടമായ കൃപയ്ക്ക് പാത്രമായി താൻ എന്ന് മനസ്സിലാക്കിയ കുറ്റുറവർ
ലോകത്ത് മുഴുവൻ അമൃതമയമായ നടനമാടുന്ന ദേവൻ്റെ എല്ലാ ക്ഷേത്രങ്ങളും വിധിപ്രകാരമുള്ള പൂജയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അങ്ങനെ എവിടെയൊക്കെ ശിവക്ഷേത്രങ്ങളുണ്ടോ ആ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ വളരെയേറെ ശിവാനുഗ്രഹം നേടിയ ഈ രാജാവ് ജനനന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ വളരെ ശ്രേഷ്ഠമായ ശിവഭരണം, നമുക്കതിനെ ശിവഭരണം എന്ന് വിളിക്കാം. ശിവൻ എപ്രകാരമാണോ തൻ്റെ ഭക്തന്മാരെ കാത്തുരക്ഷിക്കുന്നത്, അതുപോലെ ഈ രാജാവ് തൻ്റെ പ്രജകളെ മുഴുവൻ കാത്തുരക്ഷിച്ച് ജനങ്ങളുടെ രാജാവായി, ജനങ്ങളുടെ ശിവനായി ഇദ്ദേഹം നീണ്ട നാൾ ഭരണം നടത്തി. അങ്ങനെ ദേഹാന്ത്യത്തിൽ ഈ ശിവഭക്തൻ ഉമാപതിയുടെ തൃപ്പാദങ്ങളിൽ ചേരുകയും ചെയ്തു. ഇതാണ് ഈ കഥ. അപ്പോൾ ഈ കുറ്റുറവ രാജാവിനെ ഭയന്ന് ചിദംബരത്തെ ബ്രാഹ്മണർ അവിടം വിട്ട് പോയി എന്നാണ് പറയുന്നത്. ചിദംബരത്തെ ബ്രാഹ്മണരോട് തന്നെ രാജാവാക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവരാരും കേട്ടില്ല. ഒരു കുടുംബക്കാർ മാത്രമേ അതിന് സമ്മതം മൂളിയുള്ളൂ. മറ്റെല്ലാ കുടുംബക്കാരും ചിദംബരത്തുനിന്ന്, ഈ കുടുംബം ഒരു കുടുംബം ഒഴികെ മറ്റെല്ലാ കുടുംബക്കാരും ചിദംബരത്തു നിന്ന് ചേര നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് വന്നു. പിന്നെ അവർ കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ് പൂജ ചെയ്തത്. അപ്പോൾ ഈ സംഭവം ചരിത്രപരമായി സത്യമാകാനാണ് സാധ്യത. ഇന്നും ചിദംബരത്തെ ബ്രാഹ്മണരിൽപ്പെട്ട പിന്മുറക്കാർ പലരും ശിവക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. തിരുവാലൂർ ശിവക്ഷേത്രം, ആലങ്ങാടിനടുത്തുള്ള തിരുവാലൂരിലുള്ള ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജ ചെയ്യുന്ന വേളയിൽ ചിദംബരത്തെ ബ്രാഹ്മണർ ഇപ്പോഴും വന്ന് അതിൽ പങ്കെടുക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ചിദംബരത്തെ ബ്രാഹ്മണർ കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ചേര നാട്ടിലും ഈ തില്ലയിൽ വാഴുന്ന ബ്രാഹ്മണർ, 3000 ബ്രാഹ്മണർ, എപ്പോഴും എല്ലാ കൃതികളും വാഴ്ത്തപ്പെടുന്ന ആ 3000 ബ്രാഹ്മണരിൽപ്പെട്ട പലരും കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ പൂജകന്മാരായിട്ട് വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിവക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ധാരാളമുണ്ട്. ഇതാണ് ഈ കഥയിൽ നിന്ന് നാം വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ കുറ്റുറവൻ എന്ന ഈ ശൂദ്ര രാജാവ് തൻ്റെ ശ്രേഷ്ഠമായ ശിവഭക്തി കൊണ്ട്, ശിവസമർപ്പണം കൊണ്ട് ജനങ്ങളെ മുഴുവനും ശിവദാസന്മാരാക്കി മാറ്റുന്ന കാഴ്ച നാം ഈ കഥയിൽ കാണുന്നു. അപ്പോൾ ശിവൻ തന്നെയായി മാറുന്ന ഈ ശൂദ്ര രാജാവ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഭരിച്ചത്. ഇവിടെ ജനങ്ങളെന്ന് പറയുന്നത് ശിവഭക്തന്മാരായി കരുതി, ഈ ശിവഭക്തന്മാരെ ശിവനായി കരുതി പൂജിക്കുന്ന രാജധർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചത്. അപ്പോൾ ശരിക്കും തില്ലൈ നടനമാടുന്ന ശിവൻ്റെ അടിമയായിട്ട് ഇദ്ദേഹം ജീവിക്കുകയും ഭരണം നടത്തുകയും ചെയ്തു. അങ്ങനെ തില്ലൈ വാഴും ശിവൻ്റെ അടിമയായി ഭരണം നടത്തിയ ഒരു രാജാവിൻ്റെ കഥയാണ് നാം ഇവിടെ കാണുന്നത്. ഓം ശിവായ നമഃ.